നമ്മളിങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ഒരു അനുഗ്രഹം കർത്താവ് പ്രോമിസ് ചെയ്യുന്നുണ്ട്. 89 സങ്കീർത്തനത്തിൻ്റെ 21 വാക്യം ഒന്ന് ശ്രദ്ധിക്കണം, അതൊന്ന് അടയാളപ്പെടുത്തിയിടണം. നമ്മളങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ വേണ്ടി ദാവീദിൻ്റെ ജനം പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് ദാവീദിന് കൊടുത്ത പ്രോമിസാണ്, ജനത്തിലൂടെ ദാവീദിന് കൊടുത്ത ഉറപ്പാണ്. എൻ്റെ കരം അവന് ശക്തി നൽകും, എൻ്റെ കരം അവൻ്റെ കൂടെ ഉണ്ടായിരിക്കും, എൻ്റെ ഭുജം അവന് ബലമായിരിക്കും. കർത്താവ് പറയാണ്, ഞാൻ കൈപിടിച്ചോളാം. നമ്മളിപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട ഒരാൾക്ക് വേണ്ടി സങ്കീർത്തനം പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ഇതും സംഭവിക്കും, ഇത് സംഭവിക്കട്ടെ എന്ന് പറഞ്ഞു കൊണ്ട് ഈ 89 സങ്കീർത്തനങ്ങൾ വായിക്കണം. ദാവീദിനെ ഓർക്കണേ എന്ന് പറയുന്നിടത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ പേര് പറഞ്ഞ് പ്രാർത്ഥിക്കുക. ആ വ്യക്തിക്ക് നിങ്ങളിന്ന് പ്രാർത്ഥിക്കുന്ന ഈ സമയം തന്നെ കർത്താവ് അവരുടെ കരം പിടിക്കും. എന്ത് വിഷമത്തിലാണേലും ആ വ്യക്തി ചിലപ്പോൾ നിങ്ങൾ വീട്ടിലുണ്ടാവില്ല, അടുത്തുണ്ടാവില്ല. ചിലപ്പോൾ നിങ്ങളെ ഫോൺ വിളിച്ചിട്ടായിരിക്കും സങ്കടം പറഞ്ഞേ, ദൂരെ ആയിരിക്കും. ചിലപ്പോൾ അവർക്ക് സങ്കടം കാണില്ല. നിങ്ങൾക്ക് പെട്ടെന്ന് തോന്നൽ പരിശുദ്ധാത്മ ഒരു പ്രേരണ തന്നു അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഈ സങ്കീർത്തനം പറഞ്ഞ് പ്രാർത്ഥിച്ചു. കർത്താവ് ഇന്ന് അവരെ ശക്തിപ്പെടുത്തും. ഒപ്പം തന്നെ അവരെ ഒന്ന് വിളിക്കണേ, ഫോൺ വിളിച്ചിട്ട്.